It's a wonderful privilege to be able to join with the hosts of heaven and worship him, worship Jesus. നമ്മുടെ കർത്താവായ യേശുവിനെ ഇങ്ങനെ കൂട്ടായിട്ട് ആരാധിക്കുവാനായിട്ട് നമ്മുടെ കൈകൾ ഉയർത്തി അവനെ ആരാധിക്കുന്നത് വലിയൊരു പദവിയാണ്. And we just read from the scriptures that we come before the presence of God, the throne of God, with all the angels and all of the others who have been who are worshiping the Lord in the heavenlies. നമ്മള് ഈ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മൾ മാത്രമല്ല, സ്വർഗീയ സേനകൾ ഒന്നാകെ ദൂതന്മാരും മാലാഖമാരോടും ഒപ്പമാണ് നമ്മൾ ഈ ആരാധന നമ്മള് സമർപ്പിക്കുന്നത്. We've been hearing that we are not called to be an earthly people, we are an heavenly people. നമ്മൾ നേരത്തെ കേട്ടല്ലോ, നമ്മളെ ഈ ലോകത്തിൻ്റെതായ ലോക മനുഷ്യരായിട്ട് ഉള്ള നിലവാരത്തിൽ നിന്ന് ഉയർന്ന് സ്വർഗീയമായ ജീവിതമുള്ള സ്വർഗീയ തലത്തിൽ, ആത്മീയ തലത്തിൽ ഉന്നതമായ ലെവലിലായിരിക്കണം നമ്മുടെ ആരാധനയെന്ന്. In Colossians, we are encouraged. If you have been raised up with Christ, set your mind on things above. കൊലോസ്യരില് നമ്മൾ കേട്ടതുപോലെ നിങ്ങൾ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പിൻ എന്ന് നാം കേട്ടിട്ടുണ്ട്. We've been considering prayer, and particularly the prayer Jesus taught us and the pattern Jesus taught us to pray. നമ്മൾ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചകളിൽ. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവ് യേശു നമ്മെ പഠിപ്പിച്ചതായ ആ പ്രാർത്ഥനയെ സംബന്ധിച്ച്. The first message dealt with our attitude, what we need to keep in our mind when we come to God, and we considered certain words from the salutation or the beginning of the prayer. നമ്മൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ പരിശോധിച്ചത് ഏതൊരു തരം മനോഭാവത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്, എങ്ങനെ നമ്മൾ ദൈവത്തെ സംബോധന ചെയ്യണം, പിതാവേ അപ്പൻ എന്നുള്ള ആ ഒരു സ്വന്തം എന്നുള്ള ആ മനോഭാവത്തെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ കണ്ടത്. In the second message, we were looking at the petitions that are Godward, that honors God, His will, His kingdom, His name to be honored. We considered those petitions. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മള് കേട്ടത് നമ്മുടെ പ്രാർത്ഥനകളെ, യാചനകൾ എങ്ങനെയായിരിക്കണം, അതിൽ തന്നെ ദൈവത്തെ മുൻനിർത്തിയുള്ള ആവശ്യങ്ങൾ, അതായത് ദൈവഹിതം, ദൈവത്തെ മാനിക്കുക, ദൈവനാമം പൂജിതമാകുക, അങ്ങനെ ദൈവത്തിന് മുൻഗണന മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന. Today we are going to look at our praying for our needs, and there are three petitions that Jesus tells us, three different categories of prayers for ourselves. Hello? Can you all hear me? Hello? Yes, Keka. You can hear me. Okay, but Brother Stalin is stuck. Okay. Yeah. I was wondering whether I was stuck. So I will tell the English and Malayalam both then, for some till he comes back. So, നമുക്ക് വേണ്ടിയുള്ള 3 യാചനകൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay? While you sort out the translator and bring in someone or Stalin himself, I will do both English and Malayalam. Okay? So someone else will sort it out. So before I do that, I'm going to give an introduction. ഞാൻ ഈ 3 നമുക്ക് വേണ്ടിയുള്ള യാചനകളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ 3 ചില കാര്യങ്ങൾ ഞാൻ അതിന് മുൻപേ പറയാൻ പോകുകയാണ്. Okay? Whereas I was praying, God, and preparing the third message, God gave me a few things to share before I get into the petitions. ഞാൻ ഈ സന്ദേശം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം ചില കാര്യങ്ങൾ ദൈവം എൻ്റെ മനസ്സിലിട്ട് തന്നു. ആദ്യത്തെ കാര്യം ഇതാണ്. The first one is this:
is there a passion in me to pray? Sunil, thank you. Do I have a desire to stand in the gap? ദൈവത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? Am I concerned about the honor of God and the will of God and the kingdom of God? എനിക്ക് ദൈവത്തെ പറ്റിയും ദൈവത്തിന്റെ ആഗ്രഹത്തെ പറ്റിയും ഹിതത്തെ പറ്റിയും ആഗ്രഹങ്ങളുണ്ടോ? We are facing very difficult situations, and in this time we cannot be just focusing on ourselves. We need to be focusing on others and praying for others and being more and more effective intercessors. നമ്മള് വലിയ പ്രയാസഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. ഈ സമയത്ത് നമ്മൾക്ക് നമ്മളെ പറ്റി മാത്രം ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം മുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. Also, am I committed to change in my prayer habits? Is another thought that came to my mind. എന്റെ മനസ്സിൽ വന്ന വേറൊരു ചിന്ത, എന്റെ പ്രാർത്ഥനയുടെ ആ ശീലത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ ആഗ്രഹമുള്ളവനാണോ? I want to ask you, check your own prayer. After you started hearing about this message, have you been able to change in the way you prayed, or are you still continuing on the same way as you prayed all the time? ഈ സന്ദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്ലെ പ്രാർത്ഥനയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അതോ നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? One of the things I've understood is that prayer changes us. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രാർത്ഥന നമ്മളെ മാറ്റും. In the last few weeks, in preparing and sharing and thinking and meditating, my perspective has changed about prayer, and the way I pray has changed a little bit. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്റെ പ്രാർത്ഥനയില് വ്യത്യാസം വന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. So if only we allow the Lord to come into our lives, even as we pray, he will change us. അതുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വ്യത്യാസപ്പെടുത്തും. Another thought I want to ask is, what are you asking for? വേറെ ഒരു ചിന്ത എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ എന്തുവാണ് ചോദിക്കുന്നത്? In Ephesians 3:20 and 21, we all know those verses that says he's able to do exceeding abundantly more than we ask or imagine. എഫേസ്യർ 3:20-21 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറം അവൻ നമ്മൾക്ക് തരുവാൻ മതിയായവനാണ്. So we need to check our prayers and say, is it still the same type of prayer we are praying, or are we changing? Are we growing? Is there changes happening in our prayer life? അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ അതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? Sometimes, I've heard people say, oh, I didn't have any peace, and once I prayed and I committed to the Lord, then I got peace. ഞാൻ ചിലപ്പോ ഇങ്ങനെ കേൾക്കാറുണ്ട്, ചിലർ പറയുന്നത്, അയ്യോ ഞാന് ഒട്ടും എനിക്ക് സമാധാനമില്ലായിരുന്നു, പിന്നെ ഏതായാലും അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒരു സമാധാനം ലഭിച്ചു. Yes, if you are truly entrusted the things to God, you will have peace. You will be at rest. Do you have that rest after you pray, or do you walk up from that place as if you prayed, but after you say amen, you take the burden and walk with it? പലപ്പോഴും നമ്മളിൽ പലരും ടെൻഷനോടുകൂടിയാണ് ദൈവത്തിന് മുമ്പാകെ വന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും വന്ന ടെൻഷനോട് കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടും നമ്മൾ ദൈവമുമ്പാകെ വന്ന് നമ്മൾ ഭാരത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നമ്മളുടെ ഭാരങ്ങൾ ദൈവത്തിലേക്ക് വെക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമ്മൾക്ക് ലഭിക്കും. That is one side. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ
ഒരു ഭാഗമാണ്. But on the other hand, God may ask you to walk for days and weeks with a particular burden and not give you peace because the things are not right in his eyes. അപ്പം വേറെ ഒരു രീതി നോക്കിയാൽ ചില കാര്യത്തിന് വേണ്ടി നിങ്ങൾക്കുള്ള ഭാരം ഒറ്റയടിക്ക് പോകത്തില്ല. ചിലപ്പോൾ അത് നാളുകൾ, മാസങ്ങള് നിങ്ങൾക്കത് എടുത്തുകൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ആ കാര്യത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാരം ഇപ്പോഴും ഉണ്ട്. We know people who prayed for months and years for certain things and they did not give up, and that's what Jesus talks about, persistent faithful prayer. അതുകൊണ്ട് നമുക്കറിയാം ചില ആൾക്കാര് അവര് മാസങ്ങള്, വർഷങ്ങള് ചില കാര്യത്തിനു വേണ്ടി ദൈവമുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനാണ് സഹിഷ്ണുത ഉള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശുക്രിസ്തു നമ്മള് സഹിഷ്ണുതയോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചുവല്ലോ. Another thing I want to mention is that, the fact that we are allowed to pray, I've actually been amazed at this. I mean, because in a way, much more than we know, and even before we ask, God knows everything. I mean, that is so clear in Matthew chapter 6. It is so clear. He knows more than we know. Even before a word is on our mouth, he knows. Yet, he gives us a privilege to pray. What an amazing Father. What a loving Father who wants us to come and talk to him like a father wants his little baby to talk to him or little child to talk to him. Just shows me the amazing tender heart of God. ഒരു കണക്കിന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെ ആവശ്യങ്ങള്, നമ്മളുടെ പ്രശ്നങ്ങള് നമ്മളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം. എന്നിട്ടും ദൈവം, സർവശക്തനായ ദൈവം, നമ്മളെ പോലുള്ള ആൾക്കാർ, ഒരു പിതാവ് ആ പിതാവിന്റെ കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്ന പദവി പോലെ, ഓക്കെ മോനെ മോളെ, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്നോട് പറയാം എന്നുള്ള വലിയൊരു പദവിയാണ് നമ്മൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. And our prayer is a means to communicate, to meet with him, to know him more, to share our hearts with him, and to know his heart in a deeper way. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. നമ്മളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ദൈവത്തോട് പറയാനും ചോദിക്കാനും, മാത്രമല്ല ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യം നമ്മൾക്ക് ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു മാധ്യമമാണ്. Every time you pray, it's a meeting with God. Jesus said it's a closet time, which means you close up yourself with God. It's almost like you are in that place meeting with God. And sometimes I think you do, as long as you're meeting with him, you may not even have to voice your thing, your petitions, because if you're meeting with him, he knows your heart and he will fulfill it. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നമ്മള് ചെലവഴിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കതകടച്ച് നിങ്ങൾ പിതാവിനോടൊപ്പം ഒരു സമയം ചെലവഴിക്കുവാണ്. So while just before we are going to keep those things in mind, and just before we are going to move into the next three petitions, I will ask Sister Anita to read Matthew chapter 6 verse 9 to 13. So Sister Anita, if you can please read Matthew chapter 6 verse 9 to 13, and then we'll move on. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങള് സഹോദരി അനിത വായിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് സംസാരിക്കാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. Amen. We're going to first look at this first petition, which says, give us this day our daily bread. നമ്മള് ഈ യാചനകളിലെ ആദ്യത്തെ യാചന നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിതാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈനിക ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. At the most basic level, this is to do with our provisions, physical provisions, bread. Okay, our daily bread. നമ്മള് ആവശ്യമുള്ള ആഹാരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് വേണം. And but when we think a bit more deeply into this, it encompasses a whole area of the provisions that God gives us. ഇച്ചിരൂടെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ള എല്ലാ കാര്യത്തിനെയും വിരമിക്കുന്ന ആഹാരം എന്ന് നമുക്ക് ചിന്തിക്കാം. When we read through the whole chapter, and all of us, you are aware of that, because we are aware of what is in Matthew chapter 6, Jesus himself said what you need to eat and what you need to drink and what you need to wear. Your heavenly Father already knows them. Jesus has already said that. നമ്മള് ആ ഗിരിപ്രഭാഷണത്തില് വായിച്ചു നോക്കുമ്പോൾ 6-ാം അധ്യായത്തില് മുന്നോട്ട് എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തു പറഞ്ഞു തരുന്നു, നിങ്ങളെ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട, നിങ്ങൾ എന്തോ കഴിക്കും, നിങ്ങൾ എന്തോ ഉടുക്കും, അതെല്ലാം ദൈവത്തിന് ഓൾറെഡി അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ അതേ ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. But as a little child, we have the privilege, as a son, as a daughter, we have the privilege to come and ask our Father, Father, I need this. And the wonderful, amazing thing is, the God of heavens is willing to listen to us and answer our prayer. നമുക്കൊരു കൊച്ചു കുട്ടി അപ്പന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ആ ഒരു പദവി നമുക്ക് നമ്മളുടെ പിതാവ് നമ്മളുടെ അപ്പന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ചോദിക്കാം, നമുക്ക് ലഭിക്കും. Apostle James tells, you don't have because you don't ask. So we have to ask, even though the Father knows it. He's telling us, ask that you may receive. അപ്പൊ നമുക്ക് വേണേ ഇങ്ങനെ ചിന്തിക്കാം, എടാ ദൈവത്തിന് ഓൾറെഡി എല്ലാം അറിയാമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? പക്ഷേ അപ്പോസ്തലനായ യാക്കോബ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ്. അപ്പം ദൈവത്തിന് നമുക്ക് വേണ്ടി കാര്യമെല്ലാം അറിയാമെങ്കിൽ പോലും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. But Apostle James also gives a caution. But you don't get all that you ask because you ask it for selfish reasons. So we have to be careful what we ask. അപ്പം യാക്കോബ് അപ്പോസ്തലൻ വേറെ ഒരു നമുക്ക് ആക്കി തരുന്നുണ്ട്, നിങ്ങള് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഏത് സാധനവും ചോദിക്കാവുന്നുള്ളത് അത് ശരിയല്ല. അത് നമ്മള് കെയർഫുൾ ആകണം. In this particular petition itself, we see that this is a prayer or that needs to be carried on a daily basis, because give us this day our daily bread. So we are not asking for tomorrow, we are not asking for next year, but it's a daily petition, which means this is based on a relationship that has to be continued on a daily basis. ഈ ഇംഗ്ലീഷിൽ ഇത് ഇച്ചിരി വ്യക്തമായിട്ട് അത് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അതായത് ഓരോ ദിവസം ഓരോ ദിനവും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ ഒരു ദിവസം അടുത്ത കുറെ നാളത്തേക്ക് നല്ല നമ്മൾ ചോദിക്കുന്നത്. We have the story in the Old Testament which most of us know, and I remind you of the fact that when they were coming through the wilderness, some of them tried to be extra smart and store a bit more, and it did last for the next day. It got the manna developed worms or whatever. But see, so it is our going to him daily
is a declaration of the fact we trust him. I don't need to store up. He takes care of me. He's my father. He will take care of me on a daily basis. നമ്മൾ പഴയ നിയമത്തില് ഉള്ള ഉദാഹരണം നമുക്കറിയാം. മരുഭൂമിയില് ദൈവം മന്ന കൊടുക്കുമായിരുന്നു. അപ്പൊ മന്ന കൊടുക്കുമ്പം ഓരോ ദിവസത്തേക്കുള്ള മന്ന മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. വേറെ ചില കൂടുതൽ വിദ്വാൻമാർ അവിടെ ഉണ്ടായിരുന്നു. അവര് എന്നാ ഇനി അടുത്ത കുറെ ദിവസത്തേക്ക് വേണ്ടിയുള്ള മന്ന ഒറ്റയടിക്ക് എടുക്കാം എന്ന് ചിന്തിച്ച പാർട്ടികള് അത് ഒരു ദിവസത്തിൽ കൂടുതൽ ആ മന്ന വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും ദൈവത്തിലുള്ള ആശ്രയം കുറിക്കുന്ന രീതിയില് അവർക്ക് ദൈവത്തിന് മുമ്പാകെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾക്കും ഇന്ന് ഓരോ ദിവസവും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവ മുമ്പാകെ പോകേണ്ട ആവശ്യമുണ്ട്. We need to remind ourselves that he knows what we need much more than we know. You see, and so when we say, give us today our daily bread, it encompasses a lot of areas. You know, our not just food or clothing or shelter, but every provision that we need to do the will of God in every area, in every passage. We'll look a bit more about this now. നമ്മൾക്ക് വേണ്ടിയ കാര്യങ്ങള് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു കാര്യം നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. And you know, every day God gives me grace to do what I need to do. And so you may be like Sunil was translating for me, maybe a doctor, maybe you're a teacher, maybe you're a worker in the business or whatever. But for each of those situations, each of those, we are going through trouble mind, but each of those situations, God has his daily provisions, his grace to take us through. നമ്മളിൽ പലരും പല ജോലിയില് പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പം ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സുനില ഡോക്ടറാണ്, അല്ലെങ്കിൽ വേറെ ഒരാൾ ടീച്ചറാണ്, വേറെ നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തെടുക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ വേണം, ദൈവത്തിൽ നിന്നുള്ള സഹായം നമ്മൾക്ക് വേണം. We need to ask the Lord, I'm going through difficult times and I need extra grace now. And today, the provision for today, the grace for today is not the same as I went through maybe last year. This year, I need more help. I need more strength. And God will give you that because he knows that. He knows what you need more than you know. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ഇന്നലെ ലഭിച്ച കൃപ, ആ കൃപ അല്ലായിരിക്കും ഇന്നൊരു പക്ഷേ പുതിയ കൃപ നമ്മൾക്ക് വേണം, കൂടുതൽ നമുക്ക് സഹായം വേണമായിരിക്കും. ദൈവത്തിന് അത് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള സഹായം നമ്മൾ ചോദിക്കുന്നു. Not for tomorrow, but for today. And for each day, God will give what we need. When we pray, give us this day our daily bread, it is a affirmation of the fact that God is faithful on a daily basis to take care of us. നമ്മള് ഓരോ ദിവസവും നമ്മൾക്ക് വേണ്ടി ആഹാരം ദൈവത്തോട് ചോദിക്കുമ്പോൾ ഒരു കണക്കിന് നമ്മൾ ദൈവത്തോട് പ്രഖ്യാപിക്കുവാണ്, ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിലല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. Let's move on. We move into the next petition. We'll come back again. We're going to come back to all the three petitions after we looked at all three of them. We look at the second petition, forgive us our trespasses, even as we have forgiven our debtors. ഇനി രണ്ടാമത്തെ യാചന ഇന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. The second petition brings to our mind, and we bring it before God, the whole area of interpersonal relationships. ഈ രണ്ടാമത്തെ യാചന നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെ മുൻപോട്ട് കൊണ്ടുവരും. If you've read through Matthew chapter 5, 6, and 7, and this is in the middle of chapter 6, you're immediately reminded of Matthew 5, where Jesus said, if you come to the altar and someone has a problem with you, first go settle it. Only then come to the altar and then offer the thing.
sacrifice. അപ്പൊ നമ്മള് ഈ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഗിരിപ്രഭാഷണത്തിന്റെ ഇടയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തില് ഓൾറെഡി നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളില് ആരെങ്കിലും ദൈവമുമ്പാകെ യാഗം കൊടുക്കാനായിട്ട് യാഗപീഠത്തിന്റെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് ഏതാണ്ട് കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യാഗം അവിടെ വിട്ടേച്ച് അവരോട് ചെന്ന് ആദ്യമേ നിരപ്പ് പ്രാപിക്കണം, പിന്നെ വന്ന് ദൈവത്തിന് യാഗം കൊടുക്കണം. So basically, if you're sitting down to pray, don't say, I first, settle things with people, and then I will go and ask, I will first set it right with God, and then I'll go ask permission, forgiveness from the other person. First go settle the problem with the other person, then come to God and say, Lord, I've forgiven, therefore forgive me. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. നമ്മള് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ദൈവവുമായിട്ട് ആദ്യം ഞാനൊന്ന് പ്രാർത്ഥിച്ച് എല്ലാം ആരാധിക്കട്ടെ, പിന്നെ പോയി ബാക്കിയുള്ളവരുമായിട്ട് എല്ലാം ക്ലിയർ ആക്കാം. അല്ല, വേറൊരാളുമായിട്ട് നമ്മൾ കുഴപ്പത്തിലാണെങ്കിൽ നമ്മൾ ആദ്യമേ അവരോട് ചെന്ന് ക്ഷമ ചോദിക്കണം, നിരപ്പിലാകണം, എന്നിട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ മതി. Jesus is here being sensitive to our own frailties, actually, in a way. ഒരു കണക്കിന് യേശു ക്രിസ്തു നമ്മളുടെ ഓരോ വീക്ക്നെസ്, അതായത് അതിന് ദൈവത്തിന്, യേശുവിന് അറിയാം ഇവിടാണ് നമ്മുടെ ബലഹീനതകൾ. Yes, and we say, we go ask God before forgiveness, and then we forget about telling the other person, Lord, I will go now. So Jesus, what does he do? No, don't come and ask me. First go ask him, then come to me. യേശുവിനെ അറിയാം നമ്മള് ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നീ ബാക്കിയെല്ലാം നമ്മളങ്ങ് മറന്നു. അതുകൊണ്ട് യേശു പറയുന്നത് അല്ല, ആദ്യമേ നീ പോയി ക്ഷമ ചോദിക്ക, നിരപ്പിലാകുക, എന്നിട്ട് നീ എന്റെ അടുക്കിലോട്ട് വന്നു. See, and this is very important. Love the Lord your God with all your heart and love your neighbor as yourself. Even though those two words don't come together in the Old Testament, the Jews knew both those commandments, that we are supposed to love the neighbor as ourselves and we are supposed to love the Lord our God with all our heart. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിലെ പൂർണ്ണ മനസ്സും പൂർണ്ണ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയാം, എന്നാൽ നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെ പോലെ സ്നേഹിക്കണമെന്നും അറിയാം. I've heard some people justify themselves by saying, David, he did, it says against you only have I sinned. So he's actually asking only God for forgiveness. He did ask Bathsheba for forgiveness. I've heard people tell me this, really, actually. So Jesus makes it very clear in this community of disciples who follow him, who are part of the new kingdom, who are part of the church, you set things right between yourself before you even begin to pray to me. ചില ആൾക്കാര് പാസ്റ്റർ ജെഫിയോട് ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, അതെ ഞാൻ ബാക്കിയുള്ളവരുടെ അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാല് ദാവീദ് ബത്ശേബയുടെ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിട്ട് ദാവീദ് യഹോവയോട് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. അപ്പൊ ഞാൻ ദൈവത്തോടല്ലേ പാപം ചെയ്ത്, ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, അത് മതി. പക്ഷെ അത് പോരാ. വളരെ വ്യക്തമാണ്, നമ്മള് മറ്റുള്ളവരോട് കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവരോട് ക്ഷമ ചോദിച്ചേ മതിയാവൂ. And there is also a condition even in the way we pray, as we forgive. So if you don't forgive, then you are actually by your own words condemning yourself. ഇവിടെ ഒരു ഒരു നിബന്ധന നമ്മൾ വെക്കുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ. അതാ വ്യവസ്ഥ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അതിനർത്ഥം എന്തുവാ? നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുക, കുഴപ്പമില്ല ദൈവമേ, നീ ഞാനേതായാലും ക്ഷമിക്കുന്നില്ല, അതുകൊണ്ട് നീ എന്നെ ക്ഷമിക്കണ്ട. You see, this is not a light matter, because Jesus told the parable of the unforgiving servant, where
God having forgiven him everything, he was not willing to forgive a small thing, and then that man was thrown into outer darkness, into judgment. ഇത് ഒരു ചെറിയ കാര്യമല്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ചെറിയ കാര്യമല്ല. മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് ഒരു ദൃഷ്ടാന്തമുണ്ട്. അതിനകത്ത് ഒരാള് യജമാനൻ അവനെ ക്ഷമിച്ചു, പക്ഷെ അവൻ വേറെ ഒരാളെ ക്ഷമിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നപ്പം ആ യജമാനൻ ആ ഇരുട്ടിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. See, so, and even immediately after the prayer, Jesus emphasizes this in verse 14 and 15. Anita, can you please read that? ഈ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞ ഉടനെ യേശു ക്രിസ്തു പിന്നെയും വീണ്ടും ഈ കാര്യം ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 14-15 വായിച്ചാട്ടെ അനിത. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. You see, we see how much Jesus gives importance to the relationship between us being well maintained, how much God gives an importance for the community of believers to have right relationship with one another. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിശ്വാസി സമൂഹത്തിനകത്ത് തമ്മിൽ ക്ഷമിക്കുന്നത് എത്രമാ അത്യന്താവശ്യമാണെന്ന് യേശു ഇവിടെ കാണിക്കും. So even in the prayer, Jesus makes it conditional, okay, that God forgives us the way we forgive other people also. And we are told to say this. We are told to declare it before our Father that we are forgiven, we are right. And in a way, the prayer itself becomes a motivation for us to set things right with our fellow beings. ഒരു കണക്കിന് നമ്മൾ ഈ പ്രാർത്ഥനയിലെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ ബാക്കി ഉള്ളവരെ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുവാനായിട്ട് നമ്മൾക്ക് തന്നെ പ്രോത്സാഹനം തരുന്ന ഒരു കാര്യമായി തീരുന്നു. So when Jesus is teaching us to pray, in the very pattern of prayer, it's becoming so evident to us that through that pattern, Jesus is training his followers to be in right relationship with one another, and as a result, one right relationship with our Father in heaven. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഈ രീതി യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് മൂലം യേശു ക്രിസ്തു ഒരു പ്രധാന കാര്യം വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. എന്തുവാണ്? നിങ്ങള് തമ്മിലുള്ള ബന്ധം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ അതിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. തമ്മിലുള്ള ആ ബന്ധം ശരിയായിട്ട് പിന്നെ ദൈവവുമായിട്ട് ഉള്ള ആ ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. On the cross, Jesus done everything for us to be reconciled to God and deal with every issue in our lives. ക്രൂശിലെ യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷയം, എല്ലാ പാപങ്ങളെയും പരിഹാരത്തിന് വേണ്ടി അവൻ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്തു. We study, we read in the book of Romans, in the book of Corinthians, in the book of Colossians, how the cross has reconciled us back to the Father, how the cross, it was the Father's goodwill to reconcile us back to himself. നമ്മള് ലേഖനങ്ങളിൽ വായിക്കുന്നു എങ്ങനെ ക്രൂശിലെ യേശു ആ വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു. ക്രൂശിലെ എങ്ങനെ നമ്മളും ദൈവവുമായിട്ട് ആ യഥാസ്ഥാനപ്പെടുത്തി നിരപ്പിലായി. But it can be a big problem for the followers of Jesus to keep on thanking God for the fact that we are reconciled to him and yet be blinded to the fact that we are not reconciled to one another. അപ്പം
വിശ്വാസികൾ, ചില വിശ്വാസികളാണെങ്കിൽ എല്ലായ്പ്പോഴും ദൈവമേ നീയുമായിട്ട് ഞങ്ങൾ നിരപ്പിലായല്ലോ, ഹല്ലേലൂയ, താങ്ക് യു, അങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ മറു സൈഡില് അവര് മറ്റുള്ളവരോട് നിരപ്പില് നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. And therefore, in our prayer, the pattern that Jesus taught us reminds us and encourages us to walk in a way where the body of Christ are in right relationship. If the body of Christ are not in right relationship, then we are in danger. അപ്പൊ ഒരു കണക്കിന് നോക്കിയാൽ ഈ പ്രാർത്ഥനയിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള അവയവങ്ങള് തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കുവാനായിട്ട് ഉള്ള ഒരു പ്രോത്സാഹനമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മള് വളരെ അപകടത്തിലാണ്. You see, you can ask a doctor. I'm not a doctor person, but in my own, simple way, I'll say, in the physical body, if one cell is fighting against another cell, and the bad cells are increasing, we call it a disease called cancer. ഞാനൊരു ഡോക്ടർ അല്ല, പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ശരീരത്തിലെ കുറച്ച് കോശങ്ങള് അവരങ്ങ് വളർന്നിട്ട് അത് ശരീരത്തിലെ മറ്റ് കോശങ്ങളുമായിട്ട് അടിയുണ്ടാക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. What Jesus is saying is, in my body, in the members of my body whom I have redeemed, you've got to be in perfect harmony. And when you come to the Father, that harmony should be the basis on which you are going to ask your Father, Lord, we want to have perfect harmony with you, and mercy and grace to flow into my life, and for forgiveness to flow into my life on a daily basis. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, യേശു ആഗ്രഹിക്കുന്നത്, അവന്റെ ജനം തമ്മിൽ രമ്യതയില് മുന്നോട്ട് പോകണം. ആ രമ്യതയിൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു ബേസിലാണ് പിന്നെ സഭ അവന്റെ മുമ്പാകെ വന്നിട്ട് അവനോട് പല കാര്യങ്ങളെ യാചിക്കുന്നു. So I would really encourage everyone who is hearing this message to check your heart, check your life, check your relationships, and if there are people with whom you need to be reconciled, please reconcile so that God would hear your prayer. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുവാണെങ്കിൽ, അത് എത്രയും പെട്ടെന്ന് നിങ്ങളെ അതില് ശരിയാകണം. നിങ്ങളെ തമ്മിൽ നിരപ്പ് പ്രാപിക്കും. We go into the next petition, and that is, do not lead us into temptation, but deliver us from evil. മൂന്നാമത്തെ യാചനയിലേക്ക് കിടക്കാം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. This covers, there's so much in this. I would just say simply, it covers the area of guidance and protection. ഈ ഒരു യാചനയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ നമ്മളെ സംരക്ഷണം ഉൾപ്പെടുന്നുണ്ട്. We know that from the book of James and other parts of scripture, we know God does not tempt us. യാക്കോബിന്റെ പുസ്തകത്തിനകത്തുനിന്ന് നമുക്കറിയാം, ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. But this is a prayer to be kept from temptation. മറിച്ച് ഈ പ്രാർത്ഥന എന്ന് വെച്ചാല് ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന. It's a cry for guidance that keeps us from going the wrong way. ഇത് ദൈവമേ ഞങ്ങള് തെറ്റായിട്ടുള്ള പാതയിൽ പോകാതിരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. It is a prayer that our spiritual muscles will be strengthened, that we will not move into the wrong way. ഈ പ്രാർത്ഥനയില് നമ്മൾ ഒരു കണക്കിന് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ആത്മീക മാംസപേശി അതിന് ബലം നൽകണമേ, ആവുമ്പോൾ ഞങ്ങള് തെറ്റായ വഴി പോകത്തില്ലല്ലോ. Now, I'm not going to move more deeper into that because it has such a wide application. So I just want to say generally, only God can keep us safe. ഈ ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ
ഞാൻ പ്രവേശിക്കുന്നില്ല, അല്ലെ ഒത്തിരി സമയമെടുക്കും. എനിക്ക് ഇത്രയും മാത്രം പറയാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മളെ സുരക്ഷിതമായിട്ട് കാക്കുവാൻ സാധിക്കത്തുള്ളൂ. Because he alone has a power and authority to keep us safe. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രമേ നമ്മളെ സുരക്ഷിതമായിട്ട് വെക്കുവാനായിട്ടുള്ള അധികാരവും ശക്തിയുമുള്ളൂ. You know, he alone is the one who can keep us safe even during this pandemic or during whatever problems you are going through. It may be a different problem each of us are facing. ഈ ഒരു മഹാമാരിയുടെ സമയത്തും അവന് മാത്രമേ നമ്മളെ സുരക്ഷിതമായിട്ട് വെക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളും പലരും പല പ്രശ്നങ്ങളായിരിക്കും നേരിടുന്നത്. You see, if we truly pray this prayer in faith, it comes out of a definite understanding that I can trust my Father. He is sufficient for my safety. ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു കണക്കിന് ആ വിശ്വാസം ഇങ്ങനെ പറയുവാണ്, എനിക്ക് എന്റെ പിതാവിനെ വിശ്വസിക്കാൻ സാധിക്കും, അവനിൽ ആശ്രയിക്കാൻ സാധിക്കും, എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവനിൽ ആശ്രയിക്കുവാൻ എനിക്ക് സാധിക്കും. You know, to those who are fearful, I want to say there is nothing that has come, that can come, that will ever come, that can separate us from the love of God, as Apostle Paul says. ഇന്ന് ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഒരു കാര്യവും വരാൻ സാധ്യമല്ല. Romans chapter 5 says, if while we are sinners, if God actually saved us, how much more will he keep us now that we belong to him? റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമ്മളെ പാപികളായിരുന്നപ്പോൾ അഥവാ ദൈവം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ ഇനിയിപ്പം നമ്മൾ അവന്റെ സ്വന്തം മക്കളാവുമ്പോൾ അവൻ എത്രമാത്രം നമ്മളെ വിടുവിക്കും. So we can truly trust in him. I want to encourage all of us, and we need to call one another and encourage one another, because we need the encouragement. We are part of the same body. And to say, yes, our God has given us assurances that we are in his hands and nothing can separate us from his love. ഈ നാളുകളിൽ നമ്മൾ അന്യോന്യം വിളിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അന്യോന്യം വിളിച്ച് ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ട്, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മളെ യാതൊരു കാര്യത്തിനും മാറ്റി നിർത്താൻ പറ്റത്തില്ല. If we are still doubting about it, I will point you to one place that should remove all your doubt. ഇപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. I want you to focus on that cross, on that hill in Golgotha, where God was willing to put his own son on that cross because he loved you and he loved me so much. ആ ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഗോൽഗോഥ മലയിലെ പിതാവായ ദൈവം അവന്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്നു. നമ്മൾക്ക് വേണ്ടി ആ യേശു ക്രൂശിൽ മരിച്ചു. So now that we pray after the cross, you know, we can actually be convinced about his love and be convinced about the fact, even when we come even now for prayer for protection, even when we now ask for him to cover us, we can be convinced that he loves us, and from that place of assurance and trust we can ask God for protection. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് പുതിയ നിയമകാലത്താണ്. നമ്മൾ ജീവിക്കുന്നത് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള കാലത്താണ്. നമ്മൾക്കറിയാം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. അത് ക്രൂശിൽ നോക്കുമ്പോൾ നമുക്ക് വളരെ അത് കാണുവാൻ സാധിക്കും. At the end of the prayer, we remind ourselves that the Father deserves all honor, glory, and worship. He alone is worthy of that. ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് രാജ്യവും ശക്തിയും മഹത്വവും അത് എന്നേക്കും പിതാവിനുള്ളതാകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കാണും. We are here for his purposes, his glory, and his kingdom to come, and his will to be done.
നമ്മള് ആദ്യമേ പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും അങ്ങയുടെ രാജ്യം വരുവാനും അങ്ങയുടെ ഇഷ്ടം നടക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. I just want to mention one very important thought that hit me as I was actually preparing. ഞാന് ഈ പ്രസംഗം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്ത എന്നെ കുറെ അത് സ്വാധീനിച്ചു. And this is the thought. ആ ചിന്ത ഇതാണ്: The level we are is the level we will pray. നമ്മള് ഏത് ആത്മീയ ലെവലിലായിരിക്കുന്നോ ആ ലെവലിലാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. നമ്മളായിരിക്കുന്ന തലം. Okay. ആയിരിക്കുന്ന തലം, ആ തലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. So let me just give an example using these three things. So if we pray for daily bread. അപ്പൊ ഞാന് ഇപ്പൊ ഇന്ന് 3 ഈ യാചനകൾ പറഞ്ഞു. അത് 3ന്റെ ഉദാഹരണം എടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമ്മളിപ്പം ഞങ്ങള് ദൈനിക ആഹാരം, ആവശ്യമുള്ള ആഹാരം നമ്മൾ ചോദിക്കുമ്പോൾ The basic level, we will be praying for food and we'll be praying for money and we'll be praying for maybe a job. And that is the basic level. And most of us, we are constantly praying only for that. And as long as we've got that, we are happy and that's it. നമ്മളെ പല ആൾക്കാരും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവമേ ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് വസ്ത്രം വേണം, ഞങ്ങൾക്ക് പണം വേണം, നമ്മളെ ഏറ്റവും ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് മാത്രം ചോദിച്ചിട്ട് നമ്മള് അതിനങ്ങ് തൃപ്തിപ്പെടും. And we all need that. I'm not saying we don't need it. I don't say that there's anyone in this world who don't need the basic. We need it. And Jesus reminds us that he knows that we need it and he will give it also. അപ്പം ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയ കാര്യമാണ്, തെറ്റിദ്ധരിക്കരുത്. അത് ഈ ദൈവത്തിനും അറിയാം നമുക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ വേണമെന്ന്. But if we just remain there, that is not helpful. പക്ഷെങ്കിൽ നമ്മൾ ആ തലത്തിൽ മാത്രം നിൽക്കുവാണെങ്കിൽ അത് വലിയ പ്രയോജനകരമായിട്ടുള്ള കാര്യമല്ല. We can move into a next level where we ask God for help, grace for the tasks that God wants us to do. It is not just food and clothing, but grace for higher things, to do various things in God's will. നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാം. അതായത് ദൈവത്തിന്റെ ഹിതം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ വേണ്ടിയ എല്ലാ കാര്യത്തിനു വേണ്ടിയും അതിനു വേണ്ടിയുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. Or you could even, the Spirit of the Lord can help us to think at a higher level where we are asking the Lord for supernatural help and moving into things that are beyond the natural. We will begin to ask God for those things. അത് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്ന പോലെ നമ്മള് അമാനുഷികമായിട്ടുള്ള തലത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവത്തോട് നമ്മള് കൃപ ചോദിക്കാൻ നമുക്ക് ചോദിക്കാം. Another, the second example is about forgiveness. The basic area would be to pray that your relationship with other people, you're not fighting, you're not grumbling, you're not, we are not really fighting with one another. So, okay, I'm okay. അപ്പം അടുത്ത കാര്യത്തിലും നമുക്ക് ഈ വ്യത്യാസം കാണാവുന്നതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഞാന് മറ്റുള്ളവരുമായിട്ട് അടി ഉണ്ടാക്കുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, ഓക്കെ ഗുഡ്, ആ ഒരു തലത്തിൽ നമുക്ക് അങ്ങ് നിൽക്കാം. Or you could think a bit more deeper, that you become someone who will help others to have the relationship right. You are someone who's counseling others, you are helping others. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ തലത്തിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ അടുത്തൊരു തലത്തിലേക്ക് പോകാം. അതായത് മറ്റുള്ളവർ തമ്മിലുള്ള കാര്യങ്ങളെ അവിടെ സമാധാനം കൊണ്ടുവരുന്ന ആൾക്കാരായിട്ട് നിങ്ങൾക്ക് മാറാം. Or you could become a peacemaker or a reconciliator between people and God. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരും ദൈവവും തമ്മില്, അല്ലെ മനുഷ്യരും തമ്മില് യഥാസ്ഥാനപ്പെടുത്തുകയും നിരപ്പിൽ കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയില് നിങ്ങൾക്ക് ഏർപ്പെടാം. I
I read a lot of biographies, and I've read the story of a man called Rees Howells, whom God used supernaturally to bring reconciliation between people, even when he had not even met these people, but through his intercessory prayer, God used him supernaturally. Maybe God will, as you desire and you pray more and more, God will use you in that supernatural realm. ഞാൻ പല ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ റീസ് ഹവൽ എന്ന് പറയുന്ന ഒരു ദേവദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദൈവമുമ്പാകെ മധ്യസ്ഥത ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ റീസ് ഹവലിന് വ്യക്തിപരമായിട്ട് അറിയാത്ത ആൾക്കാരുടെ തമ്മില് നിരപ്പ് കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥനയിൽ കൂടി ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. But it took him months. Sometimes God will tell him to pray for months to bring in reconciliation between certain situations. ഇത് ചിലപ്പോ ഒത്തിരി സമയമൊക്കെ എടുക്കാറുണ്ടായിരുന്നു, ചിലപ്പോ മാസങ്ങൾ എടുക്കാറുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിലെ നിരപ്പ് കൊണ്ടുവരാൻ. But then, so these are type of things, you're not just looking at the obvious issues. Oh, I have a fight with Deepa, or I have a fight with brother Vinod, or no. Go deeper into, Lord, enable me to be a reconciler, enable me to a peacemaker, like you say, enable me to be in my intercession and in my prayer to bring in reconciliation between even nations. And there are people who have done that. ഇപ്പൊ പാസ്റ്റർ ചേച്ചി സ്വന്തം ഭാര്യ ദീപയോടോ അല്ലെങ്കിൽ പാസ്റ്റർ വിനോദിനോടോ ഉണ്ടാക്കിയില്ല, ആ ഒരു തലത്തിൽ മാത്രമല്ല, അടുത്ത ഒരു തലത്തില് ദൈവമുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു, മധ്യസ്ഥയിൽ നിൽക്കുന്നു, ഇവൻ രാഷ്ട്രങ്ങൾ തമ്മില് ഉള്ള നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നു. ആ ഒരു തലത്തിൽ നമുക്ക് വളരാൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. Lead us not into temptation. When we see that, we can actually just be praying for our own protection, that we will not go the COVID way or some other problem. ഇപ്പൊ നമ്മളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് വേണേ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങൾക്ക് കോവിഡ് വരരുതേ, ഇതാ അങ്ങനെ ആ ഒരു തലത്തിൽ മാത്രം നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് നിർത്താൻ പറ്റും. Or we can stand and fight spiritual battle for others, interceding. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ചിലർക്ക് വേണ്ടി നിന്ന് ആത്മീകമായിട്ട് പോരാടാം. Or like Ephesians 6 says, we can be prayer warriors who will battle in the heavenlies for things. അല്ലെങ്കിൽ എഫെസ്യർ 6 സൂചിപ്പിക്കുന്നത് പോലെ ആത്മീക തലങ്ങളില് നമുക്ക് ആത്മീക പോരാട്ടം ചെയ്യാം. These days, as I've been preparing and I've been reading the scriptures, I've been reminded of one thing. ഈ നാളുകളില് ഞാൻ ഈ സന്ദേശ പരമ്പര പ്രിപ്പയർ ചെയ്തപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഓർമ്മപ്പെട്ടത്. And that is that I am very comfortable and satisfied at praying at the first level, basic level. And that is where most of us pray. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ലെവലിലാണ് അവിടെ ഞാൻ ഹാപ്പിയാണ്. But sometimes we move into the, it's like guerrilla warfare. We move into the second or third level for a few minutes and we come back and we feel, oh, today God help me to pray some deep things. അപ്പൊ ഈ ആൾക്കാരെ അവരിങ്ങനെ എപ്പോഴും ഒരു ലെവലിൽ നിന്നിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് തിരിച്ചിങ്ങി വരും. അപ്പൊ ആ ടൈപ്പ് ആണ് നമ്മളും. പലപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വല്ലപ്പോഴും വേറെ ഒരു തലത്തിലോട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് തിരിച്ച് നമ്മളെ ബാക്ക് ടു തിരിച്ച് ആ സ്ഥലത്തേക്ക് വരും. But what God showed me was, if I do not move up and pray for things that are on His heart and the deeper things of God, I will not be very useful in my prayer, through my prayer.
കാര്യങ്ങളിൽ മുന്നോട്ട് വളരുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രാർത്ഥനയെ കൂടി വലിയ പ്രയോജനമുള്ള ഒരു വ്യക്തിയാകുന്നു. So we need to set our mind on things above. നമ്മളുടെ ദൃഷ്ടി ഉയരങ്ങളിലുള്ള കാര്യങ്ങളാണ് പതിപ്പിക്കുന്നത്. And one of the reasons why we do not set our mind on things above is our mind is set below. നമ്മുടെ ഉയരത്തിലുള്ള കാര്യത്തിലേക്ക് നമ്മളുടെ ദൃഷ്ടി പതിപ്പിക്കാത്തതിന്റെ കാരണം ഈ താഴെയുള്ള കാര്യത്തിലേക്കാണ് നമ്മളുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത്. And in the same chapter, Jesus says why we focus below. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ എന്തിനാണ് ഈ താഴത്തെ കാര്യങ്ങളില് ഇത്രയും ദൃഷ്ടി പതിപ്പിക്കുന്നതെന്ന് യേശു അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. He says we put all our treasures are down here. So we spend all our life to build up treasures here on earth rather than building treasures on heaven. And so, whatever those treasures below, each of you can think about it. But as long as your treasures are only things of this earth, money, position, education, whatever else, which are all going to be destroyed, then you will only be focusing down and you will not be having a heavenly perspective. ഈ ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ നിധി അതെവിടെയാണ്? നിങ്ങളുടെ നിധി അത് സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. നിങ്ങളുടെ നിധി ഭൂമിയിലാണ് എങ്കിൽ ഭൂമിയില് അത് കള്ളന്മാര് കൊണ്ടുപോകാതിരിക്കുവാനും അത് ചെതല് തിന്നാതിരിക്കുവാനും നമ്മൾ അതിന്റെ പുറകെയായിരിക്കും നിൽക്കുന്നത്. And so this morning, it is so important that we remind ourselves that Jesus was teaching us, not just asking us to pray, because Jesus said, when you pray, you do this. So he knows that we will pray. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു നമ്മളെ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇവിടെ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, ഈ രീതിയിൽ പ്രാർത്ഥിക്കണം. So we need to ask the Lord to help us to learn how to pray. അതുകൊണ്ട് നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമേ, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. And that is what Jesus is teaching us here in this pattern. This is the way you need to pray. You need to keep the will of God above everything else, the kingdom of God. You need to keep the honor of God above everything else first. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മാതൃക ഇവിടെ യേശു കാണിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം, ദൈവരാജ്യം, ഈ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. And when we look at our petitions, we begin to realize that there are conditions there which God is making very clear. അത് മാത്രമല്ല, നമ്മുടെ യാചനയില് അതിനകത്ത് ചില വ്യവസ്ഥകള് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. And we also saw this morning that there are different levels of praying. And as we pray, we need to move into the heavenly realities and consider the fact that our Father is in heaven, and we are to look at these things from a heavenly perspective. While we are on earth, we are not people of this world, but we are people who are heavenly oriented. നമ്മൾ വേറൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഭൂമിയിലാണ്, ദൈവം സ്വർഗത്തിലാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ കാഴ്ചപ്പാടിലല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മള് ഭൂമിയിലാണെങ്കിൽ പോലും സ്വർഗീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. And in this pattern, Jesus is giving us that heavenly perspective. ഈ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു മാതൃക നമുക്ക് നൽകുമ്പോൾ ആ ഒരു സ്വർഗീയ വീക്ഷണമാണ് നമ്മൾക്ക് നൽകുന്നത്. May God help all of us to pay attention to this pattern and learn to change our prayers to the way He taught us to pray. ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ പ്രാർത്ഥനാ രീതികളെ പരിശോധിക്കുവാൻ സഹായിക്കാൻ ദൈവം സഹായിക്കട്ടെ. അത് മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. And now I would ask
I hand over the time to Dr. Mathai to close with prayer, to lead in prayer, and Sunil can help in translation. സഹോദരൻ മത്തായി പ്രാർത്ഥനയിൽ നമ്മളെ നയിക്കുന്നതായി. Hello. 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 കേൾക്കാമോ? ഹലോ, കേൾക്കാം കേൾക്കാം. Heavenly Father, we thank you this morning for your presence in our midst. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് അങ്ങയുടെ ഞങ്ങളുടെ ഇടയിലുള്ള സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. Oh Father, you're so loving, compassionate and forgiving. പിതാവേ, അങ്ങ് എത്ര സ്നേഹിക്കുന്നവനും എത്ര മനസ്സലിവ് കാണിക്കുന്നവനും എത്ര പാപം ക്ഷമിക്കുന്നവനുമാണ്. Father, we thank you once again that you're teaching us how to pray. പിതാവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Heavenly Father, who art in heaven, hallowed be thy name. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. Oh, let your kingdom come and let your perfect will be done in our lives and this nation. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലുള്ള അത് തികവോടെ നടക്കുന്നത് പോലെ ഭൂമിയിലും ഞങ്ങളുടെ രാഷ്ട്രത്തിലും അത് നടക്കണമേ. Oh Father, this morning we pray that you'll have mercy upon our nation and mercy upon our state. പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ മേളിലും ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മേളിലും അങ്ങയുടെ കരുണ ഉണ്ടായിരിക്കണമേ. Oh Father God, have mercy upon our leaders. കർത്താവേ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ മേളില് അങ്ങയുടെ കരുണ ഉണ്ടായിരിക്കണമേ. Oh Father God, we pray that you'll have mercy upon our land, that you would bless our land and heal our land. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തിന്റെ മേളിൽ കരുണ കാണിക്കണമേ, അതിന് സൗഖ്യം നൽകണമേ. Oh Father God, we pray that as many are suffering this time, we pray that you would stretch forth your hand, heal, deliver and restore your people. ദൈവമേ, പല ആൾക്കാരും ഇപ്പൊ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. ദൈവമേ, അങ്ങ് അവരെ രക്ഷിക്കണമേ, അവരെ സൗഖ്യപ്പെടുത്തണമേ, അവരെ വിടുവിക്കണമേ. Holy Spirit, pray that you would comfort the dear ones and encourage them, Father. പരിശുദ്ധാത്മാവേ, ആ പ്രിയപ്പെട്ടവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ, അവരെ പ്രോത്സാഹിപ്പിക്കണമേ. Oh, we thank you for the completed work on the cross of Calvary. ക്രൂശിലെ ആ തികവ് ഉള്ള അങ്ങ് തികച്ചെടുത്ത പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for the work of redemption. We thank you for the work of reconciliation. ദൈവമേ, വീണ്ടെടുപ്പിന്റെ അങ്ങയുടെ പ്രവൃത്തിക്കായിട്ടും നിരപ്പിന്റെ അങ്ങയുടെ പ്രവൃത്തിക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. Oh, we thank you for the propitiation of all our sins. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം അങ്ങ് നടത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. Oh, we thank you, Father, that having been justified by faith, we have peace with God. ദൈവമേ, ഞങ്ങള് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവവുമായിട്ട് സമാധാനത്തിൽ വന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Oh, we thank you that we have peace with God and we have the peace of God. ഞങ്ങൾക്ക് കർത്താവേ ദൈവത്തിന്റെ സമാധാനം ഉള്ളതിനും ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ തന്നിരിക്കുന്നതിനുമായിട്ട് നന്ദി പറയുന്നു. We thank you that we are being saved by his life.
ഞങ്ങൾ ദൈവത്തിന്റെ ജീവനാൽ രക്ഷ പ്രാപിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി And പറയുന്നു. therefore, Father, we pray this morning that, Lord, we pray that you would, Lord, deliver and bless your people, Father. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ച് അവരെ നീ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. Lord, as we heard this morning, that, Lord, that you would, the petitions that we heard today, Lord, give us this day our daily bread. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നീ നൽകണമേ പിതാവേ. Oh, Father, we pray that you would refresh us by your Spirit. We need more and more of your Spirit this morning. ദൈവമേ പിതാവേ, ഞങ്ങൾ നീ ഇന്ന് ഉന്മേഷത്തിൽ നടത്തണമേ, ഞങ്ങൾക്ക് നിന്റെ ഉന്മേഷത്തിൽ നടക്കുവാൻ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് Oh, ചോദിക്കുന്നു. Father, we pray that you would help us, that we walk according to the guidance of the Holy Spirit. ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. Help us to see everything in the Spirit. സകലതും ഞങ്ങൾ ആത്മീക കണ്ണുകളോടെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Oh, Father God, help us to focus our eyes on things above. ഞങ്ങളുടെ ശ്രദ്ധയെ മുകളിലേക്ക് ഞങ്ങൾ നോക്കുവാൻ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ നോക്കുവാൻ പഠിപ്പിക്കണമേ. We thank you that man shall not live by bread alone, by every word that you speak, Father God. ദൈവമേ, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനത്താലും ജീവിക്കുന്നു എന്നാണല്ലോ നിന്റെ വചനം പറയുന്നത്. Your word gives life and deliverance. നിന്റെ വചനമാണല്ലോ ഞങ്ങൾക്ക് ജീവനും വിടുതലും നൽകുന്നത്. Oh, we thank you that you would forgive us and cleanse us, Father. ദൈവമേ പിതാവേ, ഞങ്ങളെ ഇന്ന് നീ കർത്താവേ, ഞങ്ങളെ ഇന്ന് നീ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. Forgive us for arrogance and prideful ways. ഞങ്ങളുടെ സ്വന്തം ഇച്ഛകളും ഞങ്ങളുടെ ശാഠ്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. Oh, Father, many times we think that we are better than others. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെക്കാട്ടിലും നല്ലതാണെന്ന് ഞങ്ങൾ വിചാരിച്ച് നടക്കുന്നു കർത്താവേ. Oh, we are so reluctant to take up our cross and follow you. ഞങ്ങളുടെ ക്രൂശെടുത്ത് നടക്കുവാൻ, നിന്റെ പിന്നാലെ നടക്കുവാൻ ഞങ്ങൾ പലപ്പോഴും വിമുഖത കാണിക്കുന്നവരാ കർത്താവ്. ഞങ്ങൾക്കത് ഇഷ്ടമല്ല കർത്താവേ, പലപ്പോഴും അങ്ങനെയാ. Oh, this morning cleanse us with your precious blood of Jesus. ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങയുടെ രക്തത്താലെ ഞങ്ങളെ കഴുകണമേ യേശുവേ. Oh, Father God, as there's so much temptation in this world right now. ഈ ലോകത്തില് ഒത്തിരി പ്രലോഭനങ്ങൾ ഞങ്ങൾക്കെതിരെ വരുന്നുണ്ട് കർത്താവേ. Oh, deliver us from the temptation to lust. ദൈവമേ, മോഹത്തിന്റെ ആ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കണമേ. Deliver us from the temptation to lie. കള്ളം പറയാനുള്ള ആ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിതാവേ. Oh, deliver us from the temptation to be discouraged. നിരാശരായിരിക്കുവാനുള്ള ആ പ്രവണത, ആ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Oh, Father God, we ask Holy Spirit, guide us and lead us this morning. പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളെ നടത്തണമേ, ഞങ്ങളുടെ മുന്നിൽ നീ നടക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. Oh, Father God, we pray that you help us to spend our time in prayer and interceding for others. കർത്താവെ, അധിക സമയം ഞങ്ങൾ ഈ സമയങ്ങളിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥതയിരിക്കുവാനും ഞങ്ങളെ കൂടുതലായിട്ട് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. So deliver us from our selfish motives. ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളിൽ നിന്നും സ്വന്തമായ ചിന്താഗതികളിൽ ഞങ്ങൾ വിടുവിക്കണമേ. Oh, Father God, we thank you for your word once again. നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു പിതാവേ. Thank you for your servant who shared the word. നിന്റെ വചനം ഞങ്ങൾക്ക് പങ്കുതന്ന ദേവദാസനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Oh, we thank you that nothing can separate us from the love of Christ. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിടിക്കുവാൻ ഒന്നിനും കഴിയത്തില്ലാത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Oh, these days give us a fresh revelation of the risen Savior and the love of the Father. ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ രക്ഷകനെ കുറിച്ചും ഞങ്ങളുടെ പിതാവിനെ കുറിച്ചുമുള്ള പുതിയൊരു വെളിപ്പാട് ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. Oh, we thank you, we bless you this morning. ഇന്ന് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. We worship you, we give you all the glory. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നിനക്ക് സകല മഹത്വം ഞങ്ങൾ തരുന്നു. For thine is the kingdom, power and the glory forever and ever. രാജ്യവും ശക്തിയും ബലവും നിനക്കുള്ളത് തന്നെ കർത്താവേ. Amen. Amen.